നമ്മുടെ ആ നിങ്ങള് വന്നാ ഇതൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് കൂടെ എടുത്തിട്ട് താഴത്തേക്ക് ഞാൻ പോയി എടുത്തുണ്ടാ ഇണ്ടൊക്കെ കുഞ്ഞോനെ ഇണ്ടൊക്കെ കുഞ്ഞോനെ ആ ബാലേട്ടന്റെ ജനലിന്റെ ചില്ലൊക്കെ തച്ചുവിട്ടിച്ചു. ഞാനല്ല ബസ്സിലാണ് കല്ലെറിഞ്ഞിട്ട് പഠിച്ചേ. എല്ലാരും അവിടെ നിൽക്കാണല്ലോ പറഞ്ഞത്. ഇനിയിപ്പൊ അതിന് വേറെ പൈസ ഉണ്ടാക്കും. അയാള് വന്നിട്ട് ആ ചെരുപ്പ് കടരുന്നുണ്ട് നിങ്ങൾ വന്നാലേ. ഇത് പെരുന്നാക്കിടുന്ന പെരുപ്പാണ്. കൊറച്ച് കൂടിയിരിക്കണ ഈടായിട്ട് കേട്ടോ. പെരുന്നാക്കിടുന്ന പെരുപ്പാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണ്ടേ പെരുന്നാക്കിടുന്ന പെപ്പാണ്. അങ്ങോട്ട് തന്നാലേ ലെവലില് പോവാച്ച എന്താ ഈ മാസം പോകാൻ പറ്റൂല്ലോ. പണ്ടാര പറഞ്ഞ മാസം 6 കഴിഞ്ഞു, 6 കഴിഞ്ഞ് ഇനിയിപ്പോ എടുക്ക. എന്താ പരിപാടി? മാസം 6 ഇപ്പൊ ഇന്നലക്ക് 6 മാസം കഴിഞ്ഞ് ഇനിയിപ്പോ എടുക്കങ്ങള് കാത്തേക്കള്. ഇനി ഒരു അടമ്പും വെക്കില്ല. അത് ശരി, പണ്ടാര പറഞ്ഞ മാതിരിയാ. എത്ര വട്ടാ പോയി പറഞ്ഞത്? അതൊന്നും പറയാൻ പറ്റൂല. എന്ത് സാവകാശം ഞങ്ങളീ പറഞ്ഞത്? 6 മാസം കഴിഞ്ഞിട്ട് ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഉളുപ്പില്ലേ? വേറെ പഠിക്കു പോയിക്കൂടെ നിങ്ങൾക്ക്? അത് ശരി, ഇന്നെ വെച്ചാത്ത കാലത്ത് എന്നെ പഠിപ്പിക്കരുതിട്ട. അതൊക്കെ എനിക്കറിയാം എങ്ങനെ കായ് ഉണ്ടാക്കേണ്ടതുള്ളത്. അതില്ല വെറുതെ പറയിപ്പിക്കണ്ട. ഒന്നും വേണ്ട. നിങ്ങൾ ഇവിടെ സാധനം ഇവിടെ ഇല്ലേ? അവിടെ വെക്കുക, ചാവി മേലത്തെ പേരെ കൊടുക്കുക, പോവാ. വേറെ വർത്താനമില്ല. ഒരുപാട് കാലമായി 6 മാസമായിട്ട് ആൾക്കാർ കേട്ടാ പറയാ കുഞ്ഞായ വിഷയങ്ങളില്ലേ. കഷ്ടം. ഈ ചെക്കനോടെ കൊണ്ടാക്കിക്കൂടെ ആദ്യം നോക്കി പഠിപ്പിക്കാൻ വേണ്ടിയില്ലേ? എന്ത് സുഖമില്ലാത്ത ആളെ പഠിപ്പിക്കാൻ. ഇത് തീരുമാനമായിട്ട് ഞാൻ പോണുള്ളൂ. 6 മാസം കഴിഞ്ഞു. എന്ത് പൊന്നാരക്ക 6 മാസം എനിക്കറിയാം. എന്തറിയിക്കോളാ മര്യാദക്ക് ഒതുങ്ങൾക്കല്ലേ? അത് ശരി, ഇന്റെ പേരെ താമസിച്ച് എനിക്കറിയാം. എനിക്കറിയാം താത്താറെ കൊണ്ട് കഴിഞ്ഞാക്കുള്ള പണി. അതിന്റെ അറുതാക്കണ്ട പോയിക്കണ്ട. ചേക്ക ഇന്ന ഇതിപ്പോ പണ്ടാരാ പറഞ്ഞ മാതിരിയായി. ഇന്റെ പേരെ കയറ്റി ഇന്റെ തല്ലാൻ പറ്റില്ല. ചാക്കനെ ചങ്ങനെ കിട്ടണം. എന്റെ തീരുമാനം പോളാന്നും പറഞ്ഞാൽ പറ്റൂല. ഇന്ന് നിങ്ങൾ ഒഴിവാവണം. ചാവി അവിടെ കൊടുക്കുക. നിങ്ങളെ സാധനം ഒട്ടാളി കായ് വരുമ്പോ കൊണ്ടുപോവാ. വേറെ വർത്താനല്ല. ഇനി ഇവിടെ നിൽക്കണ പരിപാടി ഇല്ല. അത് ശരി, പണ്ടാര പറഞ്ഞ മര്യാദ ഒരു കണക്കില്ല. കായിന്റെ ഒക്കെ എന്തെല്ലാം പരിപാടി ഉണ്ട്. എങ്ങനെ കായല്ലോ? ചേക്കനെ കൊണ്ട് ഇടങ്ങറായല്ലോ. ഓനെ ചങ്ങനം വിടാ വേണ്ടേ? എന്ത് എനിക്ക് തല്ലുകൊള്ളു. ഞാപ്പത് പണ്ടാര പറഞ്ഞ മാതിരി 6 മാസത്തെ വാടക ഉണ്ട്. ഈ പേര വേറെ ബംഗാളിൽ കുറച്ച് 10 അറ്റി കിട്ടും. അതെനിക്കറിയാം. ആളെ കളിവെക്ക. എത്ര കാലം ഞാൻ 6 മാസമാണ് തരിക. എന്തെല്ലാം പണി എന്നെ കൂടെ ഞാന് വളരെ എന്ത് ലാസ്റ്റ് പറഞ്ഞാൽ പറ്റൂല. എക്കെടുത്ത് ഒഴിഞ്ഞു പോയിക്കൊള്ളണം. അത് ശരി, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഈ പഠിക്കണേ. എന്താ മനസ്സിലാക്കിക്കണേ? എന്നെ കൂടെ ചെയ്യിക്കണ്ട. മര്യാദക്ക് പുറത്തു പോയി കഥാനിക്കല്ലേ. എന്റെ 6 മാസത്തെ വാടക രണ്ടായിട്ട് ന്യായം പറയാ. എന്തൊരു കണക്കില്ല. എത്ര ആൾക്കാർ ചോദിച്ചു വരുന്നറിയോ? അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഒഴിഞ്ഞു പോണോ? ചാവി അവിടെ നേരത്തെ പേരെ കൊടുക്കാണ്ട് സാധനം ഫർണിച്ചറോ പിടിച്ചോ എന്തൊക്കെ അവിടെ നിന്നോട്ടെ. അത് കാര്യം കൊണ്ടുപോയാൽ മതി. ഇനിയൊരു പരിധിയില്ലാത്ത തരല്ലോ. എന്താപ്പത്? വാടക ഞാൻ വർത്തനം കേൾക്കണ്ട. നല്ല കായ് ഉണ്ടാക്കാൻ പറ്റിയ പണി എനിക്കറിയാലോ. നീ ഇന്നെ കൽപ്പിക്ക.
പാപ്പാ ഉം നിങ്ങളാ അമിതാക്കിനെ റസിയാത്തിനെ ഇറക്കി വിട്ട പേരെന്ന് ആർക്കി വിട്ട് അന്തേ 6 മാസത്തെ വാടക വാടക തരാത്തതല്ല ഓന് തല്ലും ചെയ്യാ എന്താ വാടകയൊക്കെ പോയാൽ തല്ലിയേ അത് നിങ്ങൾക്ക് മനുഷ്യന്മാരോട് ഒരു കരുണ കാണിച്ചു എന്ത് കരുണ നടഞ്ഞു പറഞ്ഞു 6 മാസമായില്ലേ ഓൽക്കും വേണ്ട ലേശം ഉളുപ്പ് നിങ്ങൾക്ക് 6 മാസം നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ള മുതല് പാരമ്പര്യമായിട്ട് നമുക്ക് കുടുംബസമേതം ഉണ്ട് അതൊക്കെ പഠിച്ചോ കണക്കാക്കിയാന്ന് പറയണ്ട ആ പഠിച്ചോ അമ്മക്ക് മാത്രമായിട്ട് തന്നല്ല പിന്നെ നമ്മളെ ചുറ്റുമുള്ള കുറെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും കൂടിയാണ് നമ്മളെടുത്ത് മുതല് തരുന്നത് അല്ല അമ്മക്ക് മാത്രമായിട്ട് അനുഭവിക്കാൻ വേണ്ടിട്ടല്ല ഇതിപ്പോ ചോദിക്കാൻ തരുന്നവർക്ക് കൊണ്ടുണ്ടാ അത് ഇനി പോലും തന്നില്ല ഓല അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ അത് ഇനി ഓലെനിക്ക് വേറെ ആൾക്കാരുണ്ടാവും അവിടെ ഓലടാക്കണോ ഇവരോട് പോയിക്കോട്ടെ അല്ല എന്താ വാപ്പേ നിങ്ങളെ കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റോട് കൂടിയിട്ട് എന്ത് മനസ്സിൽ പറ്റണം 6 മാസം കാര്യം ആൾ നല്ലാരും പിടിയേ പണ്ടാരെ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തിനാണ് ഈ പള്ളിക്ക് രാവിലെ തന്നെ സുബൈക്ക് അസല് സുബൈക്ക് മണ്ടുണ്ടല്ലോ ഇമാമിന്റെ മമ്മൂമിന്റെ ആയിട്ട് ആകെ ഇന്റെ കാര്യം ഞാൻ പഠിച്ചവൻ കൂടി ആയിക്കോട്ടെ അതെ നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് നോമ്പിട്ടിരുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് റമളാൻ മാസാണ് ആ ഒരു ബോധെങ്കിലും എന്തിനാ ചെക്കന് തല്ല വന്ന് അയ്യോ പറയും ആ ചെക്കൻ എന്തിനാ തല്ലാൻ വന്നതെന്നുള്ള ആ താത്തനോട് പറഞ്ഞു കേട്ടാ കുറച്ചിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവിടെ കേട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ത് പാടുണ്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓലിപ്പോ എന്ത് വാടക ചോദിച്ചിട്ടാ വാടക ജോലി വരാൻ പറഞ്ഞ കാര്യം ചോദിക്കട്ടപ്പാ ഈ മുതലൊക്കെ നിങ്ങൾ ആർക്ക് വേണ്ടിട്ടാ ഉണ്ടാക്കണേന്ന് അനക്ക് വേണ്ടെങ്കിൽ വേണ്ട വേറെ ആരെങ്കിലും എന്നാ ആ കരുണ നിങ്ങൾ ഓരോട് കാണിച്ചാ പോരെ ഓല അവിടെ നിൽക്കണേന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുറെ കൊല്ലായാലും ഓരോ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഇല്ലാത്തതിന്റെ പേരിലാണോ നിങ്ങൾ ഓല പെരേന്ന് ഇറക്കി വിട്ടത് എല്ലാടെ കുട്ടിയെ ഞാനിപ്പോ എന്ത് ചെയ്യണം വെച്ച് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ല നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ആ ചെയ്ത് വളരെ മോശമായി പോയിട്ട് നിങ്ങളൊന്നും പള്ളി കമ്മിറ്റിയുള്ള മനുഷ്യനല്ലേ നിങ്ങൾ എന്താ പറയുക മിനിമം മനുഷ്യന്മാരുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നിങ്ങൾ 5 നേരം നിസ്കരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് റമളാൻ മാസമാണ് മനുഷ്യന്മാരോട് കുറച്ച് കരുണ കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബർക്കത്ത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടും നിങ്ങൾ ഇമ്മാരി ഇത് വളരെ മോശമായി പോയിപ്പാ കാരണം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ മുതലൊക്കെ ഉണ്ടാക്കണേ എനിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ആ അഹമ്മദുട്ടിയാക്കന്റെ വീട്ടിലുള്ള മോന്റെ കഥ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ വണ്ടിമേൽ ജസ്റ്റ് ഒന്ന് പോയതാ വണ്ടി തട്ടി തീർന്ന് കായ് തന്നില്ലെങ്കിൽ തന്നെ വാപ്പ ഇങ്ങക്ക് ഇല്ലേ നിന്റെ കുട്ടി എന്താ തീരുമാനിച്ചോ അത് ഞാൻ ചെയ്യാനുള്ള ഞാൻ ചെയ്തണ് അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം വാപ്പ നിങ്ങൾ മേലെ അമ്മാതിരി പ്രവർത്തി ആരോടും ചെയ്യരുത് കാരണം ഇതിന്റെ നാണക്കേട് എനിക്കും കൂടിയാണ് പിന്നെ നാളെ അത് അനുഭവിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി നിങ്ങൾ ഒരൊറ്റ മോനാണ് ഞാൻ പിന്നെ നിങ്ങൾ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഹാർട്ട് ബീറ്റ് കൂടിയാൽ തീരാവുന്നേ ഉള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുകയാണ് എന്റെ കുട്ടി ഓലോണ്ട് കൂട്ടി കൊടുത്തു പറഞ്ഞാൽ മതി ഈ ഇത് നിങ്ങൾ കാണിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടില് അങ്ങാടിയിൽ മുഴുവൻ നിങ്ങൾ ഓല ഇറക്കി വിട്ടതിന്റെ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുക അത് മനുഷ്യന്മാർക്ക് തെറ്റൊക്കെ പറ്റും ആ മനുഷ്യന്മാർക്ക് തെറ്റി പറ്റേണ്ട തെറ്റേ പാടുള്ളൂ കാരണം ഇത്രയും മുതലുണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ആവരുത് വാപ്പേ ഞാൻ ഇനി നിങ്ങൾ ഇമ്മാതിരി പ്രവൃത്തി കാണിക്കാന്നുണ്ടെങ്കിൽ വാപ്പ നിങ്ങളെ മുഖത്ത് ഞാൻ നോക്കൂല ഇപ്പൊ എന്താ ചെയ്തോ തീരുമാനിച്ചു പറഞ്ഞില്ലേ ഞാൻ ചെയ്താണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇമ്മാതിരി പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം കോട്ടേഴ്സിന്റെ കാര്യം തീരുമാനിച്ചോ ആ കോട്ടേഴ്സിന്റെ കാര്യം മാത്രമല്ല കുറെ പാവങ്ങൾക്ക് ഈ പെരേന്ന് സക്കാത്തും ഇതൊക്കെ ആയിട്ട് പോണാണ് മനസ്സിലായില്ലേ ശരി എന്നാ അസ്സലാമു അലൈക്കും